CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ED റെയ്ഡിലെ നിർണായക കണ്ടെത്തലിൽ പ്രതിരോധത്തിലായി CPM. വീണ തൈക്കണ്ടി ഹവാല ഇടപാടുകാരിയാണെന്ന കണ്ടെത്തൽ പിണറായി വിജയനിലേക്കും മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണമെത്താനുള്ള സാധ്യതയാണ് തുറന്നിടുന്നത്. ഇതോടെ പിണറായി വിജയനെയും മകളെയും ന്യായീകരിച്ച CPM വെട്ടിലായിരിക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കുരുക്കുമുറുകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. EDയുടെ ചോദ്യങ്ങൾക്ക് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും മറുപടി പറയേണ്ടിവരും. ചെയ്യാത്ത സേവനത്തിന് നടത്തിയ സാമ്പത്തിക ഇടപാടാണ് ഉണ്ടായതെന്ന EDയുടെ കണ്ടെത്തലിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. പിണറായി വിജയനെയും മകളെയും ന്യായീകരിച്ച CPM കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് കേസെന്ന ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ED റെയ്ഡിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നത്. എന്നാൽ റെയ്ഡിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ വിശദാംശങ്ങൾ ED പുറത്തുവിട്ടതോടെ അമിത ആത്മവിശ്വാസത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിച്ച പാർട്ടിക്ക് തന്നെ തലവേദന ഉണ്ടായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ CPM നേതാക്കളെ നിയോഗിച്ചതും വധശ്രമ നീക്കങ്ങൾ നടത്തിയതിലും നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് റിയാസിന്റെയും പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിലും മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലും അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള വഴിവിട്ട ഇടപാടുകൾ നടന്നുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഹവാല ഇടപാടുകാരിയാണ് വീണയെന്ന കണ്ടെത്തലും EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇതോടെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും മാസപ്പടി കേസിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട്ടെ റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെയും ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലൂടെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലും വൈകാതെ അറസ്റ്റ് അടക്കമുള്ള നിർണായക നടപടികളിലേക്ക് ED കടക്കുന്നതോടെ പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി വാഴ്ത്തുപാട്ട് പാടിയ CPM വെട്ടിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.